സത്യത്തില് ആർക്കും ചോദിക്കാം, ഒരു ബിഷപ്പിന് എന്താടോ കള്ളു കച്ചവടത്തിൽ കാര്യമൊന്നും അല്ലേ മിസ്റ്റർ പാപ്പിച്ചൻ? അല്ല, അതിപ്പോ തിരുമേനി. എന്നാലൊരു പക്ഷെ പറഞ്ഞു വരുമ്പോൾ സമ്പന്നരായ മദ്യവ്യാപാരികൾ പലരും സഭാവിശ്വാസികളാണ്, അല്ലേ മിസ്റ്റർ മത്തച്ചൻ? അതെ. അങ്ങനെ നോക്കുമ്പോ മദ്യവ്യാപാരം നമുക്കൊരു സഭാവിഷയമാണ്. എന്താണോ വേറിട്ടൊരു അഭിപ്രായമുണ്ടോ ഔതക്കുട്ടിക്ക്? അപ്പച്ചൻ പറയുന്നതിനപ്പുറം. ചാണ്ടിക്കോടോ ചേട്ടന്റെ അഭിപ്രായം തന്നെയാണോ? ആമേ. അപ്പൊ പിന്നെ ഈ പാവപ്പെട്ട തിരുമേനിക്കും കള്ളു കച്ചവടത്തില് ഇടപെടാമേ. വേണ്ട, മെത്രാച്ചന്മാരെ കാണുമ്പോ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇല്ല കുടി. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് കേട്ടില്ല മിസ്റ്റർ ഈപ്പച്ചൻ. ഒരു ഭാഗത്ത് ഈ പച്ചൻ തനിച്ച്, മറുഭാഗത്ത് കുന്നേൽ മത്തച്ചനും കടയാടിക്കാരും. വർഷം 10-15 ഈപ്പച്ച, നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഈ മധ്യമേഖലയിൽ കിടന്നിങ്ങനെ വെറുതെ തമ്മിലടിക്കുന്നു. ഈ വന്ന കാലമെല്ലാം ജയിച്ചത് മുഴുവൻ ഈപ്പച്ചൻ. ഇവരും കടയാടിയൊക്കെ എന്നും തോറ്റു വന്നിട്ടേ ഉള്ളൂ. എന്നാൽ ഇത്തവണ ഇവരും തീർത്താൽ തീരാത്ത വാശിയിലാണ് ഈപ്പച്ച. ഈപ്പച്ചൻ ഇത്തവണ കൂടെ ലേലത്തിന് ഇറങ്ങിയാൽ അതിനെന്ത് വില കൊടുത്താലും ശരി, കൊമ്പ് കുത്തിക്കുന്നുള്ള പ്രതിജ്ഞ ഇവര്. സോ വെറുതെ കൊല്ലിനും കൊലയ്ക്കും നിൽക്കാതെ വേണ്ടി വന്ന് അതും കൂടി അങ്ങ് ചെയ്യും ഞങ്ങള്. ഔതക്കുട്ടി, ഓ കേട്ടില്ലേ, വല്ലാത്തൊരു ചോരത്തളപ്പിലാ പിള്ളേര്. 10-40 കൊല്ലം ഈ മധ്യ തിരുവിതാംകൂറിലുള്ള റേഞ്ചുകൾ മുഴുവൻ അടക്കി പിടിച്ചിട്ടും മതി തീർന്നില്ലേ ഈപ്പച്ചൻ? ഇനി അതങ്ങ് മതിയാക്കണം. ഇവർക്കും ഒരവസരം കിട്ടട്ടെ. ഈ സഭയുടെ തന്നെ കുഞ്ഞാടുകളിലേ വരും. ഒറ്റപ്ലാമൂട്ടി ശോശ, അതായത് ഈ നിൽക്കുന്ന കുന്നേൽ ഔതക്കുട്ടിയുടെ കെട്ടിയോടതള്ള. തിരുമേനി ഈ കുപ്പായം വിട്ടുപോയെങ്കിലും അവരിപ്പോഴും അവിടുത്തെ കൂടപ്പറന്ന് പെങ്ങള് തന്നെ അല്ലയോ? ആ ഇഡിയോട്ടിക് ഈപ്പച്ചൻ, സമുദായത്തിൽ രണ്ട് പ്രമാണിമാര് തമ്മിൽ സ്പർദ്ധ വേണ്ടാന്നേ ഞാൻ കരുതിയുള്ളൂ. ബട്ട് യു ടെറിബിളി മിസ്റ്റേക്ക്. എടോ, ഈ കുപ്പായത്തിന്റെ മഹിമ അറിയണമെങ്കിലേ കള്ളും കള്ളച്ചാരവും വിറ്റുകിട്ടുന്ന പണം കൊണ്ട് കണ്ട പിച്ചക്കാർക്ക് വെച്ചുടമ്പി നാട്ടുകാരുടെ മുമ്പിൽ എറിഞ്ഞാ പോരാ. ഇവരെയൊക്കെ പോലെ പാരമ്പര്യം വേണം, ജനുസ് വേണം, കുടുംബ മഹത്വം വേണം, കുറഞ്ഞ പക്ഷം കുറച്ച് അക്ഷരാഭ്യാസമെങ്കിലും വേണം. യു ആർ ബട്ട് ടു ഇറവറന്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കുടുത്ത് പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പി വെച്ച് എന്റെ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ ഒറ്റ വെട്ടിന് 2 തുണ്ടാക്കിയിട്ട് എന്റെ അപ്പൻ ജയിലിൽ കയറുമ്പോ എനിക്ക് 9 വയസ്സ്. കഴുമരത്തെന്ന് അപ്പന്റെ ശവമിറക്കി ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അമ്മന്റെ 10ാമത്തെ പിറന്നാള്. പനമ്പായ പൊഴിഞ്ഞു കെട്ടി 3ാം പക്കം എന്റെ അപ്പനെ പള്ളി വിട്ടിട്ടുകൊണ്ട് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളയ്ക്കുവാ തിരുവേനി. ഈ നീളത്തിലുള്ള കൃമികള് അപ്പന്റെ മൂക്കിന് വായുന്നു. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ട ഇതുപോലത്തെ കുപ്പായമിട്ട തിരുമേനിമാര് അപ്പന്റെ ശവത്തിന് ടാറ്റത് എടുത്ത് തെമ്മാടിക്കുഴി കൊണ്ട് തള്ളിക്കോളാൻ. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം തിന്ന് വീഞ്ഞും കുടിച്ച് കോണ്ടാസയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ പളവളത്തെ കുപ്പായത്തോട് അന്ന് തീർന്ന തിരുമേനി ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നാടാ നീ തലകുലിക്കല്ലോ. ഇറവറൻസ്, ബഹുമാനക്കുറവ്. ശരിയാ പിതാവേ. ആ പിന്നെ കള്ളു വിറ്റ് പിച്ചക്കാരെ തീറ്റുന്ന കാര്യം, അതും ഒരു കഥയാണ്. 11ാമത്തെ വയസ്സിൽ അപ്പം കിടക്കുന്ന എന്റെ ഇടതുഭാഗത്ത് അമ്മച്ചിയും കൂടെ കുഴിച്ചു മൂടിയിട്ട് മീനച്ചിലാറ് നീന്തിക്കേറി കാട്ടില് കള്ളക്കാച്ചു തുടങ്ങുമ്പോ ഇന്നത്തെ ഈ മധ്യരാജാവിന് ചക്കരയും കൊടും കൊഴും വാങ്ങാനുള്ള കാശ് തന്നത് പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല, അങ്ങാടി തെണ്ടിപ്പെറുക്കി നടന്നൊരു തള്ളയാ, ഒരു മുഴു പ്രാന്തി. അതിന്റെ സ്മരണയില പിതാവേ എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇപ്പോഴും അന്നദാനം. കഴിഞ്ഞില്ല, ഇനിയുമുണ്ട് കുടുംബ പാരമ്പര്യം. കേട്ടോ തിരുമേനി, എന്റെ അപ്പൻ സായിപ്പിനെ കൊന്നിട്ട് കഴുകുമരത്തെ കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബമയമക്കാരൻ കുന്നേമത്തച്ഛന്റെ അപ്പനും പെമ്പിളയ്ക്കും ബ്രഹ്മം സാഹിബിന്റെ ബംഗ്ലാവിലാ പണിയെന്ന് വെച്ചാല് സാഹിബിനെ കുളിപ്പിക്കണം, പേടിപ്പിക്കണം, കിടക്ക കുടഞ്ഞു വിരിച്ച് കിടത്തണം. പിന്നെ ഇപ്പത്തെ മിണ്ടിപ്പോരുത്. തിരുമേനി കണ്ടു കാണും, ഇവന്റെ താഴെ ഉള്ളവങ്ങളുണ്ടല്ലോ കൂടപ്പുറപ്പുകള്, 4ന്റെയും തൊലി വെളുകളാന്നാ. പിന്നെ പൂച്ചയുടെ ജാതി കാണും ജനസിന്റെ കോണം. നിന്റെ അപ്പനല്ലടാ, അപ്പന്റെ അപ്പം കൂട്ടിക്കൊടുത്ത കഥയാണ് ഞാനീ പറയുന്നത്. മില്ല് പിതാവേ,
തിരുമേനി എന്നതാടാ രണ്ടാമത് ഇംഗ്ലീഷിൽ പറഞ്ഞു? ഔട്ട് പോക്കൻ. എന്നതാ? ഔട്ട് പോക്കൻ. സ്പോക്കൺ അല്ലടാ, ഓ. സ്പോക്കൺ. ഓ. ഔട്ട് സ്പോക്കൺ. ആ അത് തന്നെ. അതിന്റെ പുറം ഈപ്പം സഹിച്ചോളാം കേട്ടോ തിരുമേനി. കർത്താവിന്റെ കാര്യത്തിലും അതെ, കള്ള് കച്ചവടത്തിലും അതെ. എനിക്കൊരു മെത്രാത്തിന്റെ ഇടനില വേണ്ട. മനസ്സിൽ വെച്ചോ തിരുമേനി, ഐ ആം ഔട്ട് സ്പോക്കൺ. ആടാ